ഹലോ. ഓൺലൈനിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കാത്തൊരു ഓപ്പർച്യൂണിറ്റീനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു അവസരത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓൺലൈനിൽ എന്തെങ്കിലും തുടങ്ങണം എന്ന് വിചാരിക്കാൻ നേരത്ത് പലരും വരുത്തുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ ഇതെല്ലാമാണ് അവർ പ്രിഫർ ചെയ്യണത്. ഇതെല്ലാം യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മാർഗ്ഗം. ഇത് ഓരോന്നിൻ്റെയും പ്രശ്നം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലാണ് ചെയ്യണമെങ്കിൽ യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം. അതായത് ഓൾറെഡി അതിൽ നല്ല കോമ്പറ്റീഷൻ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കണം. അത് നിലവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ സോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഒരുപാട് കോമ്പറ്റീഷനുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഏറ്റവും കുറവ് ഏതിനാണ് അതിനാണ് സെയിൽ വരുള്ളൂ. ഏറ്റവും കുറഞ്ഞ വില, നമ്മളും അങ്ങനെയാണല്ലോ, സെയിം പ്രൊഡക്റ്റ് തന്നെ, ഒന്നിന് വില കൂടുതലും ഒന്നിന് വില കുറവ്, നമ്മൾ ഏത് പ്രിഫർ ചെയ്യും? വില കുറഞ്ഞത് പിക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, നമുക്കും വില കുറച്ച് വിൽക്കാമല്ലോ. വില അങ്ങനെ തോന്നിയ പോലെ കുറയ്ക്കാൻ പറ്റില്ല. നമ്മുടെ കോസ്റ്റുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് ലാഭം കിട്ടണം. ഒരുപാട് വില കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസിലാണ് വിൽക്കാൻ പറ്റുക, നഷ്ടത്തിൽ വിൽക്കേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ മത്സരിക്കുന്നത് അധിക സമയവും ഈ മാനുഫാക്ചേഴ്സുമായിട്ടാണ്. ഓൾറെഡി ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഗുജറാത്ത്, ബോംബെ, ഡൽഹിയിലേക്കുള്ള മാനുഫാക്ചേഴ്സുമായിട്ടാണ് നിങ്ങൾ മത്സരിക്കണത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് വളരെ തുച്ഛമായിട്ടുള്ളൊരു ലാഭമാണ് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൂടെ എല്ലാം നിങ്ങൾക്ക് കിട്ടാം. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നിങ്ങളുടെ അടുത്തില്ല. ആമസോണിൻ്റെ കസ്റ്റമറാണത്. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. ആമസോൺ ത്രൂ മാത്രമാണ് നിങ്ങളുടെ ആ ബിസിനസ് നടക്കുകയുള്ളൂ. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. നമ്മളൊരു സെയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് വീണ്ടും എന്തെങ്കിലും പ്രൊഡക്റ്റ് എല്ലാം വിൽക്കാൻ നമ്മുടെ അടുത്ത് വേണം. അങ്ങനെ ആ ഒരു അവസരം വരാൻ നേരത്ത് ഈ കസ്റ്റമറുടെ വാട്സപ്പ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ നമ്മുടെ അടുത്ത്, ആ ഒരു ഡാറ്റ നമ്മുടെ അടുത്തില്ലെങ്കിൽ ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആമസോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. പിന്നെ ഓവർ കോമ്പറ്റീഷനാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ആമസോൺ, ഫ്ലിപ്കാർട്ടിൻ്റെ പ്രശ്നം. പിന്നെ അടുത്തൊരു വിഭാഗം ആളുകൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കി ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വഴി വിൽക്കാനായിട്ട് നോക്കും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചേക്കണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നമ്മളൊരു വെബ്സൈറ്റ് അങ്ങ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ ആളുകൾ കയറി വാങ്ങുമെന്നാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. കാരണം നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വെബ്സൈറ്റുകളിൽ ഒരു എന്താ പറയുക, മില്യൺ ചിലപ്പോൾ ബില്യൺ കണക്കിനുള്ള വെബ്സൈറ്റുകളിൽ ഒരു വെബ്സൈറ്റ് മാത്രമാണ് നിങ്ങളുടെ. അതിൽ ആളുകൾ കയറി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള സംഗതിയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ അവസാനമായിട്ടൊരു വെബ്സൈറ്റിൽ കയറി വാങ്ങിയതെന്നാണ്? ഫേമസ് ആയിട്ടുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളെ പറ്റിയിട്ടല്ല പറയാം. അൺനോൺ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ കയറി നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ഇനി വാങ്ങിച്ചാൽ തന്നെ നമ്മൾ പ്രീപെയ്ഡ് ചെയ്യും. അധിക സമയം ചിലപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ചാലഞ്ച്. വെബ്സൈറ്റ് ഉണ്ടാക്കിയിടലല്ല ചാലഞ്ചിങ്, അതിൻ്റെ അകത്തേക്ക് ആളെ കൊണ്ടുവരുന്നതാണ് ചാലഞ്ചിങ്. അവിടെ കൊണ്ട് തീർന്നിട്ടില്ല, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. വെറുതെ ട്രാഫിക് ഉണ്ടായിട്ട് കാര്യമില്ല, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം. ഇവിടെയാണ് ചാലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ വെബ്സൈറ്റ് നല്ലൊരു ഓപ്ഷനല്ല. ഇനി അടുത്തൊരു വിഭാഗം ആളുകൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് തുടക്കക്കാരെ മുൻനിർത്തിയിട്ടാണ് ഈ വീഡിയോയിൽ പറയണത്. വലിയ കമ്പനികളെ പറ്റിയിട്ടൊന്നുമല്ല പറയുക, ആ കമ്പനി ചെയ്യേണ്ട ഈ കമ്പനി അതല്ല. ഞാൻ പറയുന്നത് തുടക്കക്കാർ, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം, ഓൺലൈൻ വഴി ചെയ്യണം, വീട്ടിലിരുന്ന് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതല്ലാതെ ആ കമ്പനി ചെയ്യണുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തിയില്ല. കാരണം അതെല്ലാം വലിയ വലിയ കമ്പനികളാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അത് നല്ല രീതിയിൽ വർക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ നല്ലൊരു തുക കയ്യിൽ നിന്ന് ഇറങ്ങും. നല്ലൊരു തുക തന്നെ കയ്യിൽ നിന്ന് ഇറങ്ങും. ഇനി നമ്മൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാലും ഈ ആപ്പിനെ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണം. കൂടുതലായിട്ട് അത് ആളുകൾ ഡൗൺലോഡ് ചെയ്യണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഫോണിൽ തന്നെ വളരെ അത്യാവശ്യം ഉപയോഗിക്കുന്ന ആപ്പുകൾ മാത്രമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറുള്ളൂ. ഫോണിൻ്റെ ഡാറ്റ എപ്പോഴൊക്കെ ഫില്ലാവുന്നോ, മെമ്മറി എപ്പോഴൊക്കെ ഫില്ലാവുന്നോ, അനാവശ്യമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആപ്പുകളെല്ലാം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അല്ലേ? അതെ. ഇനി നമ്മുടെ ഫോൺ തന്നെ, ആൻഡ്രോയിഡ് ഫോൺ തന്നെ ഇങ്ങനെ റെക്കമെൻഡേഷൻ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ആപ്പുകളൊന്നും നിങ്ങൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കണില്ല, അത് വെറുതെ അവിടെ വെച്ചേക്കണം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞുകൂടെ എന്നുള്ള ആ നോട്ടിഫിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ആപ്പുകൾ മാത്രമാണ് അധികം ആളുകളും അവരുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുള്ളൂ. അപ്പോൾ ആമസോൺ അല്ല, വെബ്സൈറ്റ് അല്ല, മൊബൈൽ ആപ്ലിക്കേഷൻ അല്ല, ഇത് മൂന്നും അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി? ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്.
സോഷ്യൽ മീഡിയയാണ് ഓൺലൈനിലായിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റിയിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ അറ്റൻഷൻ, ശ്രദ്ധ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നോ അവിടെയാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്, അവിടെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ഇന്നത് സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. സോഷ്യൽ മീഡിയ വഴി ഒരു സെയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ഒരു സെയിൽ കിട്ടി, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒരു സെയിൽ നിങ്ങൾക്ക് കിട്ടി, യൂട്യൂബ് നിങ്ങളുടെ അടുത്ത് കമ്മീഷൻ ചോദിക്കില്ല. ഇത്ര രൂപയുടെ സെയിൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ഉപയോഗിച്ച് ഉണ്ടാക്കിയല്ലോ, ഇത്ര രൂപ എനിക്ക് താ എന്ന് യൂട്യൂബ് ഒരിക്കലും പറയില്ല, ഫേസ്ബുക്ക് ഒരിക്കലും പറയില്ല, ഇൻസ്റ്റാഗ്രാം ഒരിക്കലും പറയില്ല. കാരണം ഇത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് കൂടാതെ പെയ്ഡിനുള്ളതുമുണ്ട്. പരസ്യം കൊടുക്കാം, നമുക്ക് കാശ് കൊടുത്ത് പ്ലാറ്റ്ഫോമിൽ നമുക്ക് പരസ്യം കൊടുക്കാം. തുടക്ക സമയത്ത് നമുക്ക് ഓർഗാനിക്കായിട്ട് തന്നെ ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു കേസ്, ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ ഡിസിഷൻ എടുത്ത് വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പേജുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടുള്ള സംഗതിയല്ല. അതും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഈസിയാണ്, എളുപ്പത്തിൽ ലോ കോസ്റ്റ്, അധിക സമയം നോ കോസ്റ്റിൽ നമുക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങളുടെ ജേണി പറഞ്ഞുകൊണ്ട്. ഈ അവസരം ഞാൻ നേരത്തെ പറഞ്ഞ ആമസോൺ, ഫ്ലിപ്കാർട്ടിലോ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്ലിക്കേഷനിലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ തുടക്ക സമയത്ത് നിങ്ങളുടെ കാശ് നഷ്ടം വരാതെ, സമയം നഷ്ടമാവാതെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഏത് ബിസിനസ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. സാധനം വിൽക്കാൻ നമുക്ക് പറ്റണം, വിറ്റുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് റിവേഴ്സിലാണ് നമ്മൾ വരേണ്ടത്. ഒരു സാധാരണക്കാരൻ വലിയൊരു കമ്പനി ചെയ്യണ പോലെയല്ല എല്ലാ സംഗതികളും ഒരുക്കി വെച്ചതിന് ശേഷം വിൽക്കാൻ ഇറങ്ങുക എന്നുള്ള സിസ്റ്റം അല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഡേ 1 മുതൽ നമുക്ക് സെയിൽ വേണം, ഡേ 1 മുതൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവണം, എന്നാലാണ് ആ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അധികം ആളുകളും ബിസിനസ്സിലേക്ക് ഇറങ്ങണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു കാലത്ത് ലാഭം കിട്ടിയേക്കാന്നുള്ള രീതിയിൽ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്. ഫണ്ടിങ് ഒന്നും ഇല്ലാതെ ഒരു വൺ മാൻ ഷോ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയ പിക്ക് ചെയ്യാനായിട്ട് നോക്കാം. സോഷ്യൽ മീഡിയയിൽ വലിയ അവസരമുണ്ട്. സോഷ്യൽ മീഡിയ ഈ കഴിഞ്ഞൊരു 5 or 6 പോട്ടെ 10 കൊല്ലം എടുത്താൽ പോലും ആ ഒരു 10 കൊല്ലത്തിൻ്റെ ഡ്യൂറേഷനിൽ ഇത്രയും അവസരം നമുക്കില്ലാന്ന് തന്നെ പറയാം. എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല സ്മാർട്ട് ഫോണുകൾ എല്ലാവരുടെ കയ്യിലും വന്നു തുടങ്ങിയിട്ടില്ല. ഒരു 2015 തിരിച്ചു പോയി കഴിഞ്ഞാൽ അന്ന് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ അഫോർഡബിൾ ആയിട്ട് കിട്ടണില്ല. ഇനി സ്മാർട്ട് ഫോൺ കിട്ടിയിട്ടും കാര്യമില്ലല്ലോ, ഇൻ്റർനെറ്റ് വേണമല്ലോ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അന്ന് വൈഫൈ ഉള്ളവർക്ക് മാത്രമാണ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നുള്ളൂ. 4G 5G അത്ര രീതിയിൽ കിട്ടണുണ്ടായിരുന്നില്ല. ഇനി കിട്ടിയാൽ തന്നെയും നമുക്ക് നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നീടാണ് ജിയോ വന്നത്. ജിയോ വന്ന് കംപ്ലീറ്റ്ലി അത് 1.5 GB സംതിങ് മന്ത്ലി നമുക്ക് ഡെയിലി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫറായിട്ട് വന്നപ്പോൾ അത് കംപ്ലീറ്റ്ലി അവിടെ റെവല്യൂഷനൈസ് ചെയ്തു. വലിയൊരു റെവല്യൂഷനാണ് ജിയോ കൊണ്ടുവന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് സാധാരണക്കാർ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീപ്പായിട്ട് കിട്ടാൻ തുടങ്ങി. സ്മാർട്ട് ഫോണുകൾ ചൈനീസ് കമ്പനികൾ ഒപ്പോ, വിവോ, MI അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അവരെല്ലാം വളരെ ചീപ്പായിട്ട് സാംസങ്ങിനെയും ആപ്പിളിനെയും മുൻനിർത്തി നോക്കാൻ നേരത്ത് ചീപ്പായിട്ട് ഹൈ സ്പെസിഫിക്കേഷനുള്ള ഫോണുകൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരുപാട് പേർക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം നമ്മുടെ അടുത്ത് മാത്രം ടെക്നോളജി ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളുടെ കസ്റ്റമറുടെ അടുത്തും ടെക്നോളജി വേണം. അവരും കൂടി അത് ഉപയോഗിക്കാൻ പറ്റിയാലാണ് നമുക്ക് അതിലൂടെ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രം റേഡിയോ ഉപയോഗിക്കാൻ പറ്റിയിട്ട് കാര്യമില്ല, എല്ലാവരുടെയും വീട്ടിൽ റേഡിയോ വേണം, എന്നാലാണ് അതിലൂടെ നമ്മുടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്കത് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അഫോർഡബിലിറ്റി വലിയൊരു ഘടകമാണ്. ഇവർക്കിത് വാങ്ങാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കമ്പനികളെല്ലാം വന്നുകൊണ്ട്. പിന്നെ അതിനുശേഷം UPI ട്രാൻസാക്ഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നു. നമുക്ക് UPI വഴി പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ചിലവൊന്നും നമുക്ക് വന്നില്ല. അപ്പോൾ UPI പേയ്മെൻറ്റ് ഫെസിലിറ്റി ഗവൺമെൻറ് കൊണ്ടുവന്നു. ഇതൊന്നും ഒരു 10 കൊല്ലങ്ങൾക്ക് മുമ്പില്ല. അപ്പോൾ UPI വന്നുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർക്ക് നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് തരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ സോഷ്യൽ മീഡിയയിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് കസ്റ്റമർക്ക് പേയ്മെൻറ്റ് പെട്ടെന്ന് തരാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ചിലർക്ക് ഇതൊരു അനുഗ്രഹമാണ്, ചിലർക്ക് ഇതൊരു നെഗറ്റീവായ സംഗതിയാണ്. കൊറോണ കാലഘട്ടം ഓൺലൈനിനെ ശരിക്കും നല്ല രീതിയിൽ റെവല്യൂഷനൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ
ഓൺലൈൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ചിലവർ നേരം പോകാൻ വേണ്ടി, സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട്, അതുപോലെ തന്നെ ഓൺലൈനിൽ പർച്ചേസ്, കറണ്ട് ബില്ല് അടയ്ക്കൽ, അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ ഓൺലൈൻ എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങി. ഓൺലൈൻ എഡ്യൂക്കേഷൻ കരസ്ഥമാക്കാൻ തുടങ്ങി. കാരണം കൊറോണ വന്നതോടുകൂടി പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ സാഹചര്യങ്ങൾ ഇവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഓൺലൈനിലേക്ക് വരാനായിട്ട് തുടങ്ങി. അതാണ് ആ കൊറോണ ടൈമിലാണ് ഒരുപാട്, നിങ്ങൾ യൂട്യൂബിൻ്റെ തന്നെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ആ കൊറോണ ടൈമിലാണ് യൂട്യൂബിലൂടെ നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്തത്. അത് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള വേറൊരു മേഖലയാണ്, അതല്ല ഞാനിവിടെ പറയുന്നത്. ബിസിനസ്സിന് വലിയൊരു അവസരം ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ വഴുകാതെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങാം. മെയിൻ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ്, ഈ 4 ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിന്ന് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സൗജന്യമായിട്ട് നമുക്കൊരു എൻട്രി ബാരിയർ ഇല്ല. തുടക്കം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പടിയായിട്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും. അത് എന്ത് ബിസിനസ് ആണെങ്കിലും, ഫിസിക്കൽ പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് ആണെങ്കിലും, സർവീസ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. ഏതൊരു ബിസിനസ്സും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഒരു പോയിന്റിന് വേറൊരു പോയിന്റിലേക്ക് ഇത് വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ആ മോട്ടിവേഷൻ നഷ്ടമാവാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ പുറകെ കൂടണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലാണ്. കാരണം ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ഓർഡർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആ ബിസിനസ്സിലേക്ക് വരുമാനം വരുന്നുണ്ടെങ്കിൽ സാമാന്യ ബോധമുള്ള ഒരാളും അത് സ്റ്റോപ്പ് ചെയ്യൂല. ഇതൊന്നും ഇല്ലെങ്കിലാണ് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കണം. അത്ര വിൽ പവറുള്ള, അത്ര മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും റിസൾട്ട് ഇല്ലാതെ കുറേ കാലം അതിൻ്റെ കൂടെ കൂടാനായിട്ട് ആ ഒരു വിൽ പവറുള്ള ആളുകളല്ല ബഹുഭൂരിപക്ഷം ആളുകളും. ഒരു ചെറിയൊരു മൈനോറിറ്റി ഉണ്ടെങ്കിലും നമ്മൾ അധിക പേരും അങ്ങനെയുള്ളവരല്ല. അപ്പോൾ തുടക്കം തന്നെ നിങ്ങൾ സെയിലിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പ്രസൻറ്റ് ചെയ്യുക. സർവീസ് എന്താണ് അത് പ്രസൻറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓൾറെഡി ബിസിനസ് ഉള്ളവർക്കും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ കസ്റ്റമറെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൂടുതൽ കസ്റ്റമറെ കണ്ടെത്തുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിൽ വരും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.